തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തി. ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിനിടയിലാണ് അരും കൊല. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ വച്ചിരുന്നു. റഹീസ്, എന്താണ് സംഭവം? എന്താണ് പോലീസ് പറയുന്നത്? അശ്മി, അല്പസമയം മുമ്പാണ് തഞ്ചാവൂർ മല്ലിപ്പട്ടണം സ്വദേശിയായിട്ടുള്ള എം രമണി എന്ന അധ്യാപിക കൊല്ലപ്പെട്ടത്. ഇവർ പഠിപ്പിക്കുന്നത് മല്ലിപ്പട്ടണത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കവെയാണ് ഒരാൾ അകത്തേക്ക് കയറി വരികയും പെട്ടെന്ന് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് രമണിയുടെ കഴുത്തിൽ കുത്തുകയും ചെയ്തത്. കുത്തി ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇവർ മരിച്ചു. അപ്പോൾ ഇതുമായി അന്വേഷിച്ച് പോലീസിന് ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ചിത്രം ലഭിച്ചിട്ടുണ്ട്. അതായത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് ഈ അധ്യാപികയെ ക്ലാസ്സിൽ കയറി കുത്തിക്കൊന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയായ എം മദനനെ ഈ ക്ലാസ്സിൽ കയറി വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധ്യാപികയെ കുത്തിക്കൊന്ന മദൻ എന്ന് പറയുന്ന ആളെ, 30 വയസ്സാണ് ഇയാൾക്കുള്ളത്, ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ രമണിയോട് മദൻ പലതവണ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. 4 മാസം മുൻപാണ് ഇവർ ഈ സ്കൂളിൽ അധ്യാപികയായി ജോയിൻ ചെയ്തത്. ഈ ഒരു 4 മാസത്തിനിടയിൽ നിരവധി തവണ ഇവർ പോകുന്ന വഴികളിലൊക്കെ ഈ മദൻ നിൽക്കുകയും ഇവരോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പലപ്പോഴും കൂട്ടുകാരുമായി എത്തി ഇവരെ ശല്യം ചെയ്തിരുന്നു എന്ന് കൂടിയുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെ അതിനുശേഷം ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മദനും കൂട്ടുകാരും തമ്മിൽ സംസാരമുണ്ടായി. ഇത്രയും നാളായി പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കൂട്ടുകാർ മദനെ കളിയാക്കി. ഒപ്പം തന്നെ അപ്പോൾ ഒരു പക, ഇവരെ കൊലപ്പെടുത്തണം എന്നുള്ളൊരു പക മദനുണ്ടായി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കവേ ക്ലാസ്സിലേക്ക് ഇയാൾ ഇരച്ചു കയറി വരുന്നു. പെട്ടെന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ടീച്ചറുടെ കഴുത്തിൽ കുത്തുന്നു. ശേഷം ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്കൂൾ അധികൃതരെല്ലാം ചേർന്ന് ഇയാളെ പിടിച്ചുവെച്ച് എന്തായാലും ഇപ്പോൾ മല്ലിപ്പട്ടണം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇയാളിപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് കയറി വന്നാണ് ഒരു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ കുറേ നാളായി ഇയാൾ പിറകെ നടക്കുന്നു. എന്നിട്ടും ഈ ടീച്ചർ പ്രണയാഭ്യർത്ഥന സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഇയാൾ വന്ന് ടീച്ചറെ ക്ലാസ് മുറിയിൽ വെച്ച് ആക്രമിക്കുന്നത്. എന്തായാലും സംഭവം വലിയ നടുക്കമാണ് വിദ്യാർത്ഥികൾക്കിടയിലും സ്കൂളിലുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇന്നലെ വൈകിട്ട് തോന്നിയ ഒരു പകയാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്നും ഈ ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് മദൻ പറയുന്നത്. നേരത്തെ ഇന്നലെ വൈകിട്ട് ഇയാളെ ഗ്രാമത്തിലെ ചില മുതിർന്ന ആളുകൾ ഉപദേശിച്ചിരുന്നു എന്നുള്ളൊരു വിവരം കൂടി തമിഴ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ ഈ പ്രണയാഭ്യർത്ഥന ഏതാണ്ട് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇയാൾ കൂട്ടുകാരോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ അധ്യാപിക ഈ പ്രണയം നിരസിച്ചു. അങ്ങനെ ഇയാൾക്കുണ്ടായ ഒരു പകയാണ് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ മുന്നിലെത്തി ക്രൂരമായ ഒരു കൊലപാതകം നടത്തുന്നതിലേക്ക് നയിച്ചത്. എന്തായാലും സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകും, ഇയാൾക്ക് കൃത്യമായ ശിക്ഷ നൽകുമെന്ന് പറയുന്നു. അപ്പോഴും ഒരു സ്കൂളിൽ കയറി വന്ന് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഒരു അധ്യാപികയെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള കാര്യമാണ്, ഞെട്ടിക്കുന്ന കാര്യമാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപികയെ കൊലപ്പെടുത്തുക എന്നുള്ളത് എന്തായാലും ഇത് വിദ്യാർത്ഥികൾക്ക് വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അധ്യാപകരുള്ളവരുടെ പ്രതികരണം ഇപ്പോൾ വരുന്നു. ഇയാൾ വേഗം ക്ലാസ്സിലേക്ക് എത്തി കുത്തിയിട്ട് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് എന്നാണ് അധ്യാപകർ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് ഹാഷ്മി. ഇത് കഴുത്തിൽ തന്നെ കുത്തുകയായിരുന്നു, കൊല്ലുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ആയിരുന്നില്ലേ മദൻ്റെ ഈ അക്രമം? റയീസ്, അവിടെ സ്പോട്ടിൽ തന്നെ മരിക്കുകയായിരുന്നോ? തീർച്ചയായും കൊല്ലുക എന്ന ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കൊരു പക തോന്നാനുള്ള കാര്യം വർദ്ധിച്ചത്. കാരണം സ്വാഭാവികമായി ഈ കൂട്ടുകാരുമൊക്കെയായി വന്നിട്ട് ഇത്തരത്തിൽ ഒരു പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു നാണം കെട്ടതിൻ്റെ ഒരു ജാള്യതയൊക്കെ ഇയാൾക്കുണ്ടായിരുന്നു. അത് ഇയാൾ കരുതിയത് ടീച്ചർ മനഃപൂർവ്വം ഇയാളെ അപമാനിക്കുന്ന തരത്തിലൊക്കെ പെരുമാറുകയാണ്. 4 മാസം മുമ്പ് ഈ ടീച്ചർ ഈ സ്കൂളിലെത്തിയതാണ്. അങ്ങനെ കുറേ നാളായി പിറകെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ തൻ്റെ പ്രണയാഭ്യർത്ഥന സ്വീകരിക്കുന്നില്ല എന്ന് കണ്ട് കരുതി കൂട്ടി തന്നെയാണ് ആക്രമണം നടത്തിയത്. കാരണം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല. കത്തിയുമായി ഇരച്ച് ക്ലാസ്സിലേക്ക് കയറിയെത്തി വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, അതും കൃത്യമായി കഴുത്തിൽ തന്നെ കുത്തണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പ്ലാൻ ചെയ്തു വന്ന് നടത്തിയൊരു ആക്രമണമാണ്. അതിനുശേഷം ഇയാൾ കത്തി വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അധ്യാപകരും ഒപ്പം തന്നെ സ്കൂൾ അധികൃതരും എല്ലാം ചേർന്നുകൊണ്ട് ഇയാളെ പിടിച്ചു വെച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒപ്പം പ്രധാനം ഇന്നലെ ഈ സ്ഥലത്തെ ചില മുതിർന്ന ആളുകൾ
ആളുകൾ സ്വാഭാവികമായും ഈ ഒരു പെൺകുട്ടിയുടെ പിറകെ നടക്കുന്നത് ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഇയാൾ ഇത് കൂട്ടുകാരോട് പറഞ്ഞതാണ്. ഈ കുട്ടിയുമായി പ്രണയത്തിലാണ്, അല്ലെങ്കിൽ ഉടൻ തന്നെ തങ്ങൾ പ്രണയത്തിലാകും എന്നൊരു രീതിയിലാണ് ഇയാൾ കൂട്ടുകാരോട് സംസാരിച്ചിരുന്നത്. അങ്ങനെ ഇന്നലെ വൈകിട്ട് കൂട്ടുകാരും എത്തി ടീച്ചറിനെ ഇയാൾ കാണാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ സ്ഥലത്തുള്ള ചിലർ ഇയാളെ ഉപദേശിച്ചു, ആ കുട്ടിയുടെ പിറകിൽ നടക്കരുത്, അല്ലെങ്കിൽ ആ ടീച്ചറുടെ പിറകിൽ നടക്കരുത് എന്ന് സ്വാഭാവികമായി നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു ഉപദേശം അയാൾക്ക് നൽകുകയും ചെയ്തു. പ്രണയപ്പക അയാൾ നമ്മൾ ഒരു സമയത്ത് നാട്ടിൽ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ തഞ്ചാവൂരിൽ നിന്നാണ് ആ പ്രണയപ്പകയുടെ വാർത്ത. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാണ് അധ്യാപിക കുത്തിക്കൊലപ്പെടുത്തിയത്. ക്ലാസ് റൂമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് മുന്നിൽ വെച്ചായിരുന്നു അരുംകൊല. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ബ്ലർ ചെയ്താണ് അങ്ങനെ കാണിക്കാൻ കഴിയുള്ളൂ. അത്രത്തോളം ക്രൂരമായ ദൃശ്യങ്ങളാണ്. കഴുത്തിൽ കുത്തി കൊല്ലുക എന്നതാണ് ഉദ്ദേശം. എന്തോ ആ നടപടികൾ കർശനമായി സ്വീകരിക്കുമെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നൊക്കെയുണ്ട്.